നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ലഹരിക്കെതിരെ പിടിമുറുക്കി ചങ്ങരംകുളം പോലീസ്. മേഖലയിൽ നടത്തിയ പരിശോധനയിൽ വാടക വീട്ടിൽ നിന്ന് 300 ഗ്രാം കഞ്ചാവുമായി സഹോദരങ്ങൾ പിടിയിലായി. ലഹരിക്കെതിരെ വ്യാപക പരിശോധനയുമായി ചങ്ങരംകുളം പോലീസ് രംഗത്ത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ളവരിൽ ലഹരി ഉപയോഗവും വിപണനവും വ്യാപകമായതോടെയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ചങ്ങരംകുളം പോലീസ് പരിശോധന ശക്തമാക്കിയത്. ചങ്ങരംകുളം CI ഷൈനിന്റെ നേതൃത്വത്തിൽ പെരുമുക്കിൽ നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 300 ഗ്രാം കഞ്ചാവ് ഉദ്യോഗസ്ഥർ പിടികൂടി. പൊന്നാനി സ്വദേശികളായ 27 വയസ്സുള്ള ഷഹീർ, 25 വയസ്സുള്ള ഷാനിഫ് എന്നിവരെയാണ് ഇവർ താമസിച്ചു വരുന്ന വീട്ടിൽ നിന്ന് കഞ്ചാവുമായി പിടികൂടിയത്. അളവ് തൂക്ക ഉപകരണങ്ങളും കഞ്ചാവ് പാക്കറ്റാക്കുന്ന കവറുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. വാടക വീട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന വ്യാപകമാണെന്ന വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും നടപടികൾ ശക്തമാക്കുമെന്നും CI പറഞ്ഞു. CTV ന്യൂസ്. വലിയ വരുമാന സാധ്യതയുള്ള കൂൺ കൃഷി സുസ്ഥിര തൃത്താല പദ്ധതിക്ക് ഊർജ്ജം നൽകുന്നതാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ് പറഞ്ഞു. മേഴത്തൂരിൽ കൂൺ ഗ്രാമം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാർഷിക രംഗത്ത് സുസ്ഥിര തൃത്താലയുടെ മുന്നേറ്റം സാധ്യമാക്കാൻ കൂൺ ഗ്രാമം പദ്ധതിക്ക് കഴിയും. ജനങ്ങളെ ആകെ കൃഷിയിലേക്ക് നയിക്കാനും സുസ്ഥിര തൃത്താല വഴിയൊരുക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃത്താലയിലെ കാർഷിക രംഗത്ത് ഒരു വലിയ മാറ്റം നമുക്ക് സുസ്ഥിര തൃത്താലയിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 556 ഹെക്ടർ സ്ഥലത്ത് നമ്മളിവിടെ നെൽകൃഷി ആരംഭിച്ചു. 667 ടൺ നെല്ല് ഉൽപ്പാദിപ്പിച്ചു. 24 ടൺ പച്ചക്കറി സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി ഉൽപ്പാദിപ്പിച്ചു എന്ന് മാത്രമല്ല, ഹോർട്ടികോപ്പ് വഴി സംഭരിച്ചു. 1135 ടൺ പച്ചത്തേങ്ങ, അല്ലെ, 1135 ടൺ പച്ചത്തേങ്ങ ഫാംനെറ്റ് വഴി സംഭരിച്ചു. ഇങ്ങനെ വലിയ മാറ്റം ഉണ്ടായി. മത്സ്യകൃഷിയും ഇപ്പൊ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോർട്ടിക്കൾച്ചർ മിഷൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം സുസ്ഥിര തൃത്താല പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് ജില്ലയിലെ ഏക കൂൺ ഗ്രാമ പദ്ധതി തൃത്താലയിൽ നടപ്പാക്കുന്നത്. കൂൺ കൃഷി പദ്ധതി ആരംഭിക്കുന്നതിനായി വിവിധ ഘടകങ്ങൾക്ക് 30.25 ലക്ഷം രൂപയാണ് കൃഷിവകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. കൂൺ കൃഷിയുടെ ഭാഗമായി ചെറുകിട കൂൺ വിത്ത് ഉൽപാദന യൂണിറ്റുകൾ ആരംഭിക്കും. 300 കൂൺ ബെഡുകൾ അടങ്ങിയ 2 ലാർജ് സ്കെയിൽ കൂൺ ഉൽപാദന യൂണിറ്റുകളും 100 യൂണിറ്റ് ചെറുകിട കൂൺ ഉൽപാദന യൂണിറ്റുകളുമാണ് ആരംഭിക്കുന്നത്. 56 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള 2 പാക്കിംഗ് ഹൌസുകൾ, കൂണിന്റെ മൂല്യവർദ്ധിത യൂണിറ്റുകൾ, 10 കമ്പോസ്റ്റ് യൂണിറ്റുകൾ എന്നിവ ആരംഭിക്കും. കൂടാതെ കൂൺ കൃഷി രീതികളെ സംബന്ധിച്ച് കർഷകർക്ക് വിവിധ തലത്തിലുള്ള പരിശീലന പരിപാടിയും ഇതിന്റെ ഭാഗമായി നടക്കും. മേഴത്തൂർ ലാമോസ് അഗ്രി ഫുഡ് സംഗമത്തിൽ നടന്ന പരിപാടിയിൽ തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ അധ്യക്ഷയായി. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, തൃത്താല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ, കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോർജ്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ P സിന്ധുദേവി, സംരംഭക ലത, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്. കൂറ്റനാട് തിരുമിറ്റക്കോട് കിഴക്കേ ചാത്തന്നൂരിൽ വീട്ടമ്മയെ ഭർത്താവ് കഴുത്തിലും തലയിലും ശരീരമാസകലം വെട്ടി പരിക്കേൽപ്പിച്ചു. അമ്പലവട്ടത്തിന് സമീപം താമസിക്കുന്ന 38 വയസ്സുള്ള മഹാലക്ഷ്മിക്കാണ് ദേഹമാസകലം വെട്ടേറ്റത്. മകളോടൊപ്പം സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടയിൽ ഭർത്താവ് സുനിൽകുമാർ മഹാലക്ഷ്മിയെ അകത്തേക്ക് വിളിച്ചു വരുത്തി വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ശനിയാഴ്ച വൈകിട്ട് 6-നായിരുന്നു സംഭവം. വീടിനകത്തും ചുമരിലും മുറിയിലും രക്തം വാർന്നൊഴുകിയ നിലയിലാണ്. പ്രദേശവാസികളും ഓടിക്കൂടിയവരും ചേർന്ന് മഹാലക്ഷ്മിയെ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്കും കഴുത്തിനുമേറ്റ പരിക്കുകൾ ഗുരുതരമാണെന്നും കൈവിരലുകൾ മുറിഞ്ഞ നിലയിലുമാണ്. കുറ്റം സംബന്ധിച്ച് ഭർത്താവ് സുനിൽകുമാറിനെ ചാലിശ്ശേരി പോലീസ് പിടികൂടി. തിരുമിറ്റക്കോട് ചാത്തന്നൂരിൽ ഭാര്യയെ ഗുരുതരമായി വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം പ്രതിയായ ഭർത്താവ് തൂങ്ങി മരിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി സംശയം. കുറ്റകൃത്യം നടന്ന വീടിനെ പുറകുവശത്തെ മരത്തിൽ തൂങ്ങി മരിക്കാനെന്ന് കരുതുന്ന തരത്തിൽ കയർ കുരുക്കിട്ട് കെട്ടിയ നിലയിൽ പരിശോധനയിൽ കണ്ടെത്തി. ചാത്തന്നൂർ അമ്പലവട്ടത്തിന് സമീപം താമസിക്കുന്ന 38-ഉള്ള മഹാലക്ഷ്മിക്കാണ് കഴിഞ്ഞ ദിവസം തലയ്ക്കും കഴുത്തിനും ഉൾപ്പെടെ ദേഹമാസകലം വെട്ടേറ്റത്. സംഭവത്തിൽ ഭർത്താവ് സുനിൽകുമാറിനെ ചാലിശ്ശേരി പോലീസ് പിടികൂടുകയും ചെയ്തു. തുടർന്ന് ചാലിശ്ശേരി പോലീസിനും ഫോറൻസിക് വിഭാഗവും കുറ്റകൃത്യം നടന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ പുറകുവശത്തെ മരത്തിൽ കയർ കുരുക്കിട്ട നിലയിൽ കണ്ടെത്തിയത്. മരത്തിലേക്ക് ചാരിവെച്ച നിലയിൽ ഇരുമ്പ് കോണിയും കണ്ടെത്തി. തുടർ പരിശോധന
പരിശോധനയിൽ യുവതിയെ വെട്ടാൻ ഉപയോഗിച്ച മടവാളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂറ്റനാട് കൊതിച്ചിറയിലെ സഹോദരിയുടെ വീട്ടിൽ പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് സുനിൽകുമാർ മഹാലക്ഷ്മിയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത്. യുവതി കൊണ്ടുപോകാൻ തയ്യാറാക്കി വെച്ച ബാഗും സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അക്രമത്തിൽ ഗുരുതര പരിക്കേറ്റ മഹാലക്ഷ്മി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. CCTV ന്യൂസ്. പട്ടാമ്പി ശങ്കരമംഗലത്ത് MT അനുസ്മരണവും പുസ്തക പ്രകാശനവും നടന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി T സത്യനാഥൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയിലെ ശങ്കരമംഗലം സ്വതന്ത്ര സുവർണ ജൂബിലി സ്മാരക വായനശാലയുടെ നേതൃത്വത്തിലാണ് MT അനുസ്മരണവും പുസ്തക പ്രകാശനവും നടത്തിയത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി T സത്യനാഥൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വായനശാല ആരംഭിച്ചിട്ട് വളരെ കുറച്ച് വർഷങ്ങളായിട്ടു. സംസ്ഥാന ലൈബ്രറി കൗൺസിലിൽ അഫിലിയേഷൻ ലഭിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ വായനശാല ഇന്ന് താലൂക്കിലെ പുതിയ വായനശാലകളിൽ ഏറ്റവും തലയെടുപ്പുള്ള ഒരു വായനശാലയായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ്. ഇവിടെ ആ ഗ്രാമപ്രദേശത്തുള്ള നിരന്തരം ഇടപെട്ടുകൊണ്ട് എല്ലാ മേഖലകളിലെയും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ സർഗാത്മക പ്രകടനങ്ങൾ നടത്താൻ, അവരുടെ ചിന്തകൾക്ക് വെളിച്ചം പകരാൻ, ഇതുപോലെ നിരവധി പരിപാടികളാണ് യുവാക്കളായ സാധാരണഗതിയിൽ വായനശാലകളിലൊക്കെ തന്നെ ഒരു 50-60 വയസ്സിന് മുകളിലുള്ള കുറച്ച് പ്രവർത്തകരാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. അതിൻ്റെ നേതൃത്വത്തിലും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കൗൺസിലർ KC ദീപ അധ്യക്ഷയായിരുന്നു. വാർഡ് കൗൺസിലർ M ശ്രീനിവാസൻ, തടവ് സിനിമാ താരം PP സുബ്രഹ്മണ്യൻ, വായനശാല സെക്രട്ടറി P അജേഷ്, പ്രസിഡന്റ് MP പ്രേം നവാസ്, ലൈബ്രറിയൻ P പ്രവീൺ, P സുബ്രഹ്മണ്യൻ, MP സുരേഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കവിയരങ്ങ്, ഹരിതകർമ്മസേന അംഗങ്ങൾക്കും കലാകായിക പ്രതിഭകൾക്കുള്ള അനുമോദനം, MT സ്മൃതി പ്രദർശനം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു. പ്രീ പ്രൈമറി കുട്ടികൾക്ക് ശാസ്ത്രീയവും ഗുണമേന്മയുള്ളതുമായ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയും കുട്ടികളിലെ കലാകായിക ഭാഷാപരമായ അടിസ്ഥാന നൈപുണികൾ വികസിപ്പിക്കുന്നതിനും വേണ്ടി സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് ഫണ്ട് 2023-24 ഭാഗമായി പരുതൂർ ഗവൺമെന്റ് LP സ്കൂളിന് അനുവദിച്ച വൈവിധ്യമാർന്ന നിറച്ചാർത്തുകളുടെ വർണ്ണക്കൂടാരം കുട്ടികൾക്കായി സമർപ്പിച്ചു. വ്യക്തമായ ലക്ഷ്യത്തോടെ 13 ഇടങ്ങളോടുകൂടി 10 ലക്ഷം രൂപ ചെലവഴിച്ച് സജ്ജമാക്കിയ വർണ്ണക്കൂടാരം ഉത്സവാന്തരീക്ഷത്തിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നിങ്ങൾ നമ്മുടെ സർക്കാർ സ്കൂളുകളുടെയൊക്കെ സൗകര്യം നോക്കും. ഇവിടുത്തെ കാര്യം പറഞ്ഞല്ലോ. ഞാനിവിടെ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഉടനെ ഇക്ബാൽ മാഷൊക്കെ കൂടി ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് അന്ന് ഏതാണ്ട് പിടിച്ചു നിർത്തി എന്നതുപോലെ ഉന്നയിച്ച് ഉറപ്പുവാങ്ങിയ കാര്യമാണ് ഈ സ്കൂളിലൊരു പുതിയ കെട്ടിടം എന്നത്. ആദ്യത്തെ അവസരത്തിൽ തന്നെ ഫണ്ട് ലഭ്യമാക്കി എന്നത് മാത്രമല്ല, ഫണ്ട് ലഭ്യമാക്കല് നമ്മൾ ധാരാളം കാണാറുണ്ട് എന്ന് പറയല്ലേ. ഫണ്ട് ലഭ്യമാക്കുക മാത്രമല്ല, പറഞ്ഞ സമയത്തിനകം നമുക്ക് ഈ മനോഹരമായ 1 കോടി രൂപയുടെ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കാനും ഉദ്ഘാടനം ചെയ്യാനും കുട്ടികൾക്ക് തുറന്നു കൊടുക്കാനും കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ അധ്യക്ഷനായി. ചടങ്ങിൽ സ്വാഗത സംഘം ചെയർപേഴ്സൺ T ശാന്തകുമാരി സ്വാഗതം ആശംസിച്ചു. പ്രധാനാധ്യാപിക C സിന്ധുമോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P സുധീർ, P രമണി, BPC VP മനോജ്, PTA SMCM പ്രതിനിധികളായ K പ്രതീഷ് ചന്ദ്രൻ, OP സുചിത്ര, P രാമചന്ദ്രൻ, EP കുഞ്ഞൻ, P രാജ്കുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PK ചെല്ലുകുട്ടി, രാമദാസ് പരുതൂർ, PP സലീം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വർണ്ണക്കുടാരം ശില്പി ഡിസ്നി വേണു, SMC വൈസ് ചെയർമാൻ EP കുഞ്ഞൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് മന്ത്രി ആദരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി PT സന്തോഷ് കുമാർ നന്ദി പ്രകാശിപ്പിച്ചു. ചടങ്ങിന് മുന്നോടിയായി 4 മണി മുതൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. CCTV ന്യൂസ്. പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗം ചേർന്നു. പുതിയ ഭാരവാഹികളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗമാണ് പ്രസിഡന്റ് K മധുവിന്റെ അധ്യക്ഷതയിൽ ചേർന്നത്. ട്രഷറർ K വിനോദ് കുമാർ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. വിജയൻ പൂവക്കോടാണ് പ്രസിഡന്റ്. NK റാസിയാണ് സെക്രട്ടറി. മോഹൻ ചാരപ്പറമ്പിലാണ് ട്രഷറർ. PRO ആയി KK പരമേശ്വരനെയും തിരഞ്ഞെടുത്തു. C രവീന്ദ്ര മാസ്റ്റർ വരണാധികാരിയായിരുന്നു. യോഗത്തിൽ K മധു, മോഹൻ ചാരപ്പറമ്പിൽ, NK റാസി, UA ലത്തീഫ്, PK സുമേഷ്, K വിനോദ് കുമാർ, പ്രദീപ്, KK പരമേശ്വരൻ, മുസ്തഫ, തങ്കമോഹൻ, സന്ദീപ് ദാസ്, KP കിരൺ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.
കുട്ടികൾക്കിടയിലെ സംഘടനാ പ്രവർത്തനം സർഗാത്മകമാക്കിയ പുതുമ നിറഞ്ഞൊരു ലോകത്തിന്റെ സ്വപ്നങ്ങൾ പകർന്നു നൽകിയ എം ശിവശങ്കരൻ മാസ്റ്ററെ ബാലസംഘം തൃത്താല ഏരിയ കമ്മിറ്റി അനുസ്മരിച്ചു. ബാലസംഘത്തിന്റെ വേനൽ തുമ്പികളുടെ ആദിരൂപമായ കളിവണ്ടി മുതൽ സംഗീത ശില്പങ്ങൾക്ക് സംഗീതം നൽകിയ സംഗീത മുത്തച്ഛനെയാണ് കുട്ടികൾക്ക് നഷ്ടമായത്. അനുസ്മരണ യോഗം MS-ന്റെ സംഗീതങ്ങൾക്ക് ദൃശ്യാവിഷ്കാരം നൽകിയ പ്രൊഫസർ P. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം O. രാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അനൂപ്, സംസ്ഥാന ജോയിന്റ് കൺവീനർ TK നാരായണദാസ്, പ്രശസ്ത എഴുത്തുകാരൻ ആര്യൻ T. കണ്ണന്നൂർ, ബാലസംഘം ജില്ലാ കൺവീനർ U. ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. MS ഈണം നൽകിയ ബാലസംഘ ഗാനങ്ങൾ ദുർഗശ്രീ, സപര്യ എന്നിവർ ആലപിച്ചു. പെരിങ്ങോട് മണികണ്ഠൻ ഇടയ്ക്കവാദനം നടത്തി. ഏരിയ കൺവീനർ K. രമണി സ്വാഗതവും ജില്ലാ ജോയിന്റ് കൺവീനർ C. സച്ചിദാനന്ദൻ നന്ദിയും പറഞ്ഞു. കളമധുരം മൊഴി കളമൊഴി കളി പറയും മൊഴി കളിമൊഴി മധു നിറയും മലർ മധുമലർ മലർ വിരിയും വനി മലർവനി മണിനാദം പോൽ മധുരം നമ്മുടെ മലനാട്ടിൻ മൊഴി മലയാളം മലനാട്ടിൻ മൊഴി മലയാളം. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ നാരായണീയ പാരായണ യജ്ഞം നടത്തി നിരവധി പേർ പങ്കെടുത്തു. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഗണപതിങ്കാവ് നാരായണീയ സമിതിയുടെ നേതൃത്വത്തിലാണ് നാരായണീയ പാരായണ യജ്ഞം നടത്തിയത്. നാരായണീയ സമിതി അംഗം രമണി അന്തർജനം യജ്ഞം ഉദ്ഘാടനം ചെയ്തു. R. മീന, VP മാധവിക്കുട്ടി, K. ഇന്ദിര, PT ഗീത, രാജലക്ഷ്മി, VP അമ്മുക്കുട്ടി തുടങ്ങിയവരും മറ്റു സമിതി അംഗങ്ങളും യജ്ഞത്തിൽ പങ്കെടുത്തു. C. വേണുഗോപാൽ, N. മാധവചന്ദ്രൻ, OM അനുജൻ മാരാർ എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.